ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പതിവിലും വ്യത്യസ്തമായി ഒരു ഫാമിലി ട്രിപ്പാണ് ചെയ്യുന്നത്. കോട്ടയത്തുള്ള മലരിക്കലേക്കാണ് യാത്ര പോകുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ വാട്ടർ ലില്ലി കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ മലരിക്കൽ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 5-6 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ മലരിക്കലാവും. രാവിലെ നല്ല മഴയൊക്കെ ഉണ്ട്, എന്താവുമെന്ന് അറിയില്ല, പോയി നോക്കാം. ട്രിവാൻഡ്രത്തുനിന്ന് നമ്മൾ രാവിലെ 4:10 തിരിച്ചത്. ഇപ്പം സമയം ഏകദേശം 6:40 ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ വരുന്നവരെ വെളുപ്പിന് ഒരു 4 മണിക്കൊക്കെ ഇറങ്ങിയാൽ ഏകദേശം ഒരു 6:30-7 മണിക്കൊക്കെ ഇവിടെ എത്താം. രാവിലെ വന്നാൽ മാത്രമേ പൂക്കൾ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞത്. ഇനി പോയി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവർ രാവിലെ ഇറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നൈറ്റ് ഇവിടെ വന്നാൽ സ്റ്റേ സൗകര്യമൊക്കെ ഉണ്ട്. ഇനി ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ബോട്ടിൽ പോയാൽ മാത്രമേ അങ്ങോട്ട് പോയാൽ മാത്രമേ പൂക്കളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കാറ്റടിക്കുന്നുണ്ട്. ഇലയെല്ലാം ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത് പ്രത്യേക സ്റ്റൈലാണ്. ഇലയെല്ലാം മറിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ താഴ്ച ആയതുണ്ടോ? അല്ലേ കുഴപ്പമില്ല, നമ്മൾ ഇച്ചിരി വെള്ളം നല്ല താഴ്ചയുണ്ട്. പിന്നെ ഈ രണ്ട് പൂക്കൾ തന്നെ നല്ല വ്യത്യാസമുണ്ട്. കളർ വ്യത്യാസം ഒരുപാടുണ്ട്. ഒന്ന് ലൈറ്റ്, ഒന്ന് ഡാർക്ക് കളറുമാണ്. പൂക്കൾ കാണാൻ വരുന്നവർ രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് ഇവിടെ എത്തുക. അത് കഴിഞ്ഞാൽ പൂക്കൾ അടഞ്ഞു പോകും. പിറ്റേ ദിവസം രാവിലെയും ഈ പൂക്കൾ തന്നെയാണ് വിടർന്നു വരുന്നത്. 1800 ഏക്കർ പാടശേഖരത്താണ് ഈ പൂവ് ഇങ്ങനെ പടർന്നു നിൽക്കുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് നല്ല പൂക്കൾ കാണാൻ പറ്റുന്നത്. മലരിക്കൽ 1800 ഏക്കർ കൃഷിപ്പാടത്താണ് ഈ വാട്ടർ ലില്ലി ഉള്ളത്. 400 കൃഷിക്കാരുമുണ്ട്. കാണാനായിട്ട് ബോട്ടിൽ വരുന്നതിന് ഒരു ബോട്ടിന് 1000 രൂപയാണ് റേറ്റ് ആകുന്നത്.
വാട്ടർ ലില്ലിയിലേയും കാണാൻ പോയിട്ട് വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിരുന്നു കാഴ്ചകൾ. നിങ്ങളെല്ലാവരും വരിക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷം നൽകുന്ന ഒരു യാത്ര തന്നെയായിരിക്കും ഇത്. പിന്നെ ഇവിടെ വരുമ്പോൾ രാവിലെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 7 മണിക്കൊക്കെ എത്തിയാൽ 9 മണി വരെ ഇവിടെ പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ടാവും. അത് കഴിഞ്ഞാൽ പൂക്കൾ വാടും. പൂക്കൾ വാടി കഴിഞ്ഞാൽ ആ പൂക്കൾ തന്നെയാണ് പിറ്റേ ദിവസം വിടർന്ന് വരുന്നത്. വെഡ്ഡിംഗ് ഷൂട്ടിനും സേവ് ദ ഡേറ്റിനും ഒക്കെ വരുന്നവർക്ക് അതിന് പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെയാണ്. കാണിച്ചു തരാം. ഇപ്പോഴും അവിടെ വെഡ്ഡിംഗ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അതുപോലെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.